എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പിതൃസ്മരണ എന്ന ചെറിയ കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. നിഴൽ പോലെ കൂടെയുള്ള ഓർമ്മകളുടെ തണൽ മരമായി ഉള്ളിൽ നിന്നും മായാതെ നിൽക്കുന്ന പിതൃക്കൾക്ക് പ്രണാമം. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. ഇന്ന് നാം അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങൾ നമ്മുടെ പൂർവികർ ചെയ്ത ത്യാഗങ്ങളുടെ ഫലമാണ്. ഭാരതീയ സംസ്കാരത്തിൽ പിതൃക്കളോടുള്ള ആദരവിൻ്റെയും കൃതജ്ഞതയുടെയും നന്ദി പ്രകാശനമാണ് പിതൃപൂജ. പിതൃപൂജയിലൂടെ പിതൃക്കളുടെ ആത്മാവിന് ആത്മശാന്തി നേരുന്നു. തത്വത്താൽ നമ്മെ രക്ഷിക്കും ദൈവവും ജന്മത്താൽ കാത്തൊരു പിതൃക്കളും ഈശ്വരപൂജ ചെയ്യുന്ന വേളയിൽ ഓർക്കേണമെന്നും നമ്മൾ പിതൃക്കളെയും ആവോളം അവർക്കായി നൽകണം തർപ്പണം. ആത്മാവിന് പിതൃതർപ്പണം ചെയ്യുന്ന ആൾ വിരലിൽ ദർഭ കൊണ്ടുണ്ടാക്കിയ പവിത്രം അണിഞ്ഞ് ആത്മീയ ഊർജത്തെ നിലനിർത്തി കൈകൂപ്പി എള്ളും ജലവും പൂവും ചേർത്ത് വച്ച് ശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പിതൃക്കൾക്കായി സമർപ്പിക്കുന്നതാണ് പിതൃതർപ്പണം. മേഘങ്ങൾ പോലെയോ കാറ്റുപോലെയോ പിതൃക്കൾ വന്ന് ഈ എള്ളും പൂവും ജലവും സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നാണ് സങ്കല്പം. എത്ര തൻ തിരക്കുണ്ടായാലും എന്തൊക്കെ മറന്നാലും സമയമില്ലെന്ന് പറഞ്ഞു നാം മാറിയാലും ഒന്നോർക്കുക, നാം മർത്യരെല്ലാവരും പിതൃപൂജയ്ക്കായി ആയിരങ്ങൾ മുടക്കേണ്ട. വേണ്ടത് സ്നേഹവും നന്ദിയും മാത്രം. വർഷത്തിലൊരു ദിനം മാത്രം പിതൃക്കൾക്കായി എള്ളും പൂവും ജലത്താലുമേകുന്ന സമർപ്പണം ഭാരമായി തോന്നുമോ മക്കൾ തൻ മനസ്സിൽ? അതല്ലേ ജന്മം തന്നവരോടുള്ള നമ്മുടെ ധർമ്മം. ആ ധർമ്മത്തെ മറക്കാതിരിക്കുക ഓരോ മർത്യനും. ഓം നമഃ ശിവായ.